ഇപ്പോൾ രവി മേനോൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ രവി മേനോൻ, ഒരുപാട് ഓർമ്മകൾ താങ്കൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഏതൊരു മലയാളിയും ഇപ്പോൾ അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്തിനോ വേണ്ടി കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു ഇന്നലെ ഈ വിവരം അറിഞ്ഞത് മുതൽ. അത് ഏറ്റവും അടുത്ത ഒരു പ്രിയപ്പെട്ട ആൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വേദന എത്രത്തോളം ഈ ഗാനങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് ആഴത്തിൽ എന്നതുകൂടി മനസ്സിലാക്കി തരുന്നതാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് എന്നെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഓരോ മലയാളിക്കും ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരാൾ മാഞ്ഞു പോയ പോലെ തോന്നിയിട്ടുണ്ടാവും. എൻ്റെ സ്വന്തം, അതായത് നമ്മൾ ജനിച്ചു വളർന്നത് ആ ശബ്ദത്തിനോടൊപ്പമാണ്. ആ ശബ്ദം ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേദന എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോഴേ ചിലപ്പോൾ അതിൻ്റെ ഒരു അഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ ഈ ഭാവഗാനം നിലച്ചു എന്ന് പറയുമ്പോഴും ആ ഗാനം ഒരിക്കലും നിലയ്ക്കുന്നില്ല. ഭൗതികമായൊരു സാന്നിധ്യം മാത്രമേ നഷ്ടമാകുന്നുള്ളൂ എന്ന് ഈ ഘട്ടത്തിൽ ആശ്വസിക്കാം. തീർച്ചയായും. ഇപ്പോൾ നോക്കൂ, 2003 ഇറങ്ങിയ ഗ്രാമഫോണിലെ എന്തേ ഇന്നും വന്നീല എന്നുള്ള പാട്ടാണ് നമ്മൾ കേട്ടത്. 1967 മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ സ്വരമാധുര്യമാണ് എന്നോർക്കണം. ആ മാധുര്യത്തിന് ഒരു മാറ്റവുമില്ലാതെ പതിറ്റാണ്ടുകൾ, പല ജനറേഷൻസ്, ഒരുപാട് ജനറേഷൻസ് ജയചന്ദ്രൻ്റെ പാട്ടുകൾ കേട്ട് ആ പാട്ടുകൾ മൂളി ഇവിടെ കടന്നുപോയിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം അനശ്വരനാണ്. പി ജയചന്ദ്രന് മരണമില്ല എന്ന് പറയാം. ജി പ്രസാദ് കുമാർ കൂടി ഉണ്ട് നമ്മോടൊപ്പം. പ്രസാദ് കുമാർ 8 മണിക്കാണ് വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. ഇപ്പോഴും അമല ആശുപത്രിയിൽ തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ച് പി ജയചന്ദ്രൻ എന്ന ഗായകൻ ശബ്ദ സൗകുമാര്യത്തിൻ്റെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് കേൾവി, ചെവിയിലൂടെ മാത്രമല്ല ഹൃദയത്തോട് ചേർത്ത് കേൾക്കുന്ന പാട്ടുകൾ പാടിയ ഒരാൾ എന്നുള്ളൊരു വികാരമാണ് മലയാളിയെ സംബന്ധിച്ച്. എങ്ങനെയൊക്കെയാണ് കേരളം വിട നൽകുന്നത്? അഭിലാഷ്, നമ്മുടെ ഈ വേക്കപ്പ് കേരള നിങ്ങൾ തുടങ്ങിയ സമയത്ത് വെച്ച പാട്ടുണ്ട്, വൈദേഹി കാത്തിരുന്ന സിനിമയിലെ രാസാത്തി ഒന്നേ കാണാം. അപ്പോൾ ഞാനത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ പാട്ട്, സിനിമ ഇറങ്ങുന്നതും വളരെ ആസ്വദിച്ച് കേട്ട പാട്ടാണ്. നമുക്ക് ഇപ്പോഴാണ് സത്യത്തിൽ എൻ്റെ അജ്ഞതയായിരിക്കാം, പക്ഷേ അദ്ദേഹമാണ് പാടിയത്. അതുപോലെ തന്നെ 2015 നമ്മൾ എന്നിൻ്റെ മൊയ്തീനിലെ ശാരദാംബര എന്നുള്ള പാട്ട്, ഈ പാട്ടെല്ലാം തന്നെ പി ജയചന്ദ്രൻ എന്ന ഇപ്പോൾ 80 വയസ്സായ മനുഷ്യനാണ് പാടി എന്നുള്ളത് ഓർക്കുമ്പോഴാണ് രണ്ട് കാലഘട്ടത്തിൽ 80കളിലും ഈ 2015 ഒരേ ആളുടെ ഒരേ ശബ്ദം പോലെ തന്നെ കേൾക്കുന്ന ആ രണ്ട് പാട്ടുകൾ കേട്ടപ്പോൾ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ പോലെയാണ് തോന്നുന്നത്. എത്ര തലമുറകളാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മളെ വശീകരിച്ച് അല്ലെങ്കിൽ ആസ്വദിപ്പിച്ചത്, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്കൊരു ഉന്മാദം തന്നത് എന്നുള്ളത്. ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസമില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാടിയ ഗുരുവായൂരപ്പൻ എന്നുള്ള ഗാനം പോലും അത്രയും മനോഹരമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 8 മണിക്ക് ശേഷം അമല ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൂവന്നത്തെ ഭാര്യയുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ 10:30 വരെ പൊതുദർശനം ഉണ്ടാകും. ഇവിടെ അടുത്ത ബന്ധുക്കൾ ഏതാണ്ട് 14 വർഷത്തോളമായി പി ജയചന്ദ്രൻ ഈ ഭാഗത്താണ് താമസിച്ചത്, ഇവിടെയായിരുന്നു താമസിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ആളുകൾ കാണാൻ വരുന്നുണ്ടാകും. അദ്ദേഹത്തിന് അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ് ഇവിടെ നിൽക്കുക. അതിനുശേഷം വീണ്ടും റീജിയണൽ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടും സർക്കാരുമായി ബന്ധപ്പെട്ടും ഉള്ള ഔപചാരികമായ അന്ത്യോപചാരം എല്ലാം തന്നെ അവിടെ ആയിരിക്കും നടക്കുക.